നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ജീവിതശൈലി രോഗങ്ങളിൽ വളരെ ഗൗരവമേറിയ ഒരു അസുഖമാണ് മസ്തിഷ്കാഘാതം അഥവാ സ്ട്രോക്ക്. സ്ട്രോക്ക് പലപ്പോഴും ലക്ഷണം കൊണ്ട് തിരിച്ചറിയാതെ വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാനോ ചികിത്സ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ലഭിക്കാനോ കഴിയാതെ വരുന്നു. സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ, ഇതിൻ്റെ ചികിത്സകൾ, മുൻകരുതലുകൾ എല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ ആസ്ട്രോ മെഡ് സിറ്റിയിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ മാത്യു എബ്രഹാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ പക്ഷാഘാതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊരു പേടിയാണ്. കാരണം ഇതിൻ്റെ ഒരു സങ്കീർണത ഒരു പക്ഷേ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ബെഡ് റിഡൺ ആയി പോകുന്ന ഒരവസ്ഥയുണ്ട്. പലപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു. എന്താണ് സ്ട്രോക്ക് എന്ന് അറിയാത്തൊരവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് മസ്തിഷ്കാഘാതം? സ്ട്രോക്ക് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആവുകയോ പൊട്ടുകയോ ചെയ്യുന്നതാണ്. ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് അത് പൊട്ടുന്നത് കൊണ്ട് ആ ഏരിയ ബ്രെയിനിൻ്റെ ഭാഗം ശരിക്കും ഫങ്ഷൻ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് ഒരു പാരാലിസിസ് പോലെ വരും. ഇതിനാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ. പലപ്പോഴും പെട്ടെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പെട്ടെന്ന് ആദ്യ 3 മണിക്കൂറുകളെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് സ്ട്രോക്കാണെന്ന് തിരിച്ചറിയാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾക്ക് ഇതിന് ലക്ഷണങ്ങൾ എന്തെങ്കിലും പ്രധാനമായിട്ടുണ്ടാകുന്നുണ്ടോ? അത് സാധാരണക്കാരൻ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ബിക്കോസ് അവരത് ആദ്യം റെക്കഗ്നൈസ് ചെയ്യുന്നത്. നമുക്ക് ഈ 3 മണിക്കൂറിനാം ഒരു അങ്ങനത്തെ ഒരു സ്പെഷ്യലൈസ്ഡ് സെൻറ്ററിൽ എത്തിക്കാൻ പറ്റിയെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സ് ചെയ്യാവുന്ന ഒരു സ്റ്റേജിൽ ആ പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നത്. സോ കംപ്ലീറ്റ് റിക്കവറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിക്കവറി അത്രയും കംപ്ലീറ്റ് ആകുകയില്ല, ചിലപ്പം പെർമനൻ്റ്ലി പാരലൈസ്ഡ് ആവും. അതുകൊണ്ട് സ്ട്രോക്ക് റെക്കഗ്നൈസ് ചെയ്യുന്നത് സാധാരണ വരുന്നത് പെട്ടെന്നായിട്ടാണ് ഇതിൻ്റെ സിംറ്റംസ് വരുന്നത്. സോ പെട്ടെന്ന് സംസാരത്തിന് ഒരു പ്രശ്നം, സംസാരിക്കാൻ പ്രയാസം, വാക്ക് കിട്ടാനൊരു പ്രയാസം, അല്ലെങ്കിൽ ഒരു സൈഡിനൊരു തളർച്ച, അല്ലെങ്കിൽ ഒരു സൈഡിനൊരു മരയിപ്പ് വരിക, അല്ലെങ്കിൽ നടക്കാൻ പെട്ടെന്ന് പ്രയാസം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് തലവേദന വരിക. ഈ 2-3 കാരണങ്ങളുടെ ഇതെല്ലാം ലക്ഷണങ്ങളാണ് സ്ട്രോക്കിൻ്റെ ആകാൻ സാധ്യതയുണ്ട്. സാധാരണക്കാരൻ അത് മനസ്സിലാക്കി അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ എത്രയും നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. ഒരു കോളറുണ്ട് ഡോക്ടർ. ഹലോ. ആ കോള് കട്ടായി ഡോക്ടർ. ഡോക്ടർ ഇപ്പം പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത. ഇപ്പോൾ പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ ഇപ്പം കൂടെ നിൽക്കുന്നവരാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് ഒരു രോഗി തളർന്നു വീണാൽ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ടോ, അതോ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണോ ചെയ്യേണ്ടത്? പേഷ്യൻ്റ് അബോധാവസ്ഥയാകുക എന്നതിൽ ആ പേഷ്യൻറ്റിനെ എത്രയും നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ബട്ട് ആദ്യം ചെയ്യേണ്ടത് ശ്വാസത്തിന് പ്രയാസം വരാത്ത രീതിയിൽ പേഷ്യൻറ്റിൻ്റെ പൊസിഷൻ ആകണം. അത് ഒരു സൈഡിലേക്ക് ചെരിക്കുക. പേഷ്യൻ്റ് ആ സമയത്തൊരു ഫിറ്റ് ഉണ്ടാകും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. അങ്ങനെ ആണെങ്കിൽ വേറെ ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടി നോക്കുക. ബട്ട് സ്ട്രോക്ക് സാധാരണ വരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളിലല്ല, ഒരു പാർഷ്യൽ പാരാലിസിസ് ആയിട്ടേ വരുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരു കോൺഷ്യസ് പേഷ്യൻറ്റിനെയാണ് നമ്മൾ എത്രയും നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. ഇമ്മീഡിയറ്റ്ലി വീട്ടിൽ വെച്ച് വേറെ പ്രത്യേകം പേഷ്യൻറ്റിനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല, എക്സെപ്റ്റ് ഇങ്ങനത്തെ ഈ മുമ്പേ പറഞ്ഞ സാഹചര്യങ്ങളിൽ. ഇപ്പോൾ ഡോക്ടർ, ഈ ഒക്ടോബർ അവസാനം വേൾഡ് സ്ട്രോക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഒരു പക്ഷേ കൃത്യമായ അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയായിരിക്കാം ഇതല്ലേ. ഈ വർഷം എന്തെങ്കിലും പ്രത്യേക തീമുണ്ടോ, അല്ലെങ്കിൽ എന്തിനാണ് ഈ ദിനം ആചരിക്കുന്നത്? ഈ ദിനം ആചരിക്കുന്നത് പ്രത്യേകം ഇതിനെ പറ്റിയുള്ള അവയർനെസ്, പബ്ലിക് അവയർനെസ് ഇൻക്രീസ് ചെയ്യുക. ബിക്കോസ് ഇത് പബ്ലിക് അവയർനെസ് ഇൻക്രീസ് ചെയ്തതിൽ മാത്രമേ പേഷ്യൻറ്റിനെ നമുക്ക് സമയത്തിന് എത്തിക്കാൻ പറ്റുള്ളൂ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ട്രോക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ആൻഡ് ഇപ്പോഴത്തെ പ്രോബ്ലംസ് അനുസരിച്ച് ഇത് കൂടുതൽ ഇൻസിഡൻസ് കൂടി വരുന്നുണ്ട്. അതിൻ്റെ മോർട്ടാലിറ്റി മാത്രമല്ല, മരണം മാത്രമല്ല ഇതിൻ്റെ പ്രോബ്ലം. അതുകൊണ്ട് അത് സർവൈവ് ചെയ്യുന്ന പേഷ്യൻസ് മോർബിഡിറ്റി കൊണ്ട്, ദാറ്റ് മീൻസ് ഒരു സൈഡ് തളർന്നു പോവുക, അവർക്ക് സംസാരിക്കാൻ മേലാതെ വരിക, അവർക്ക് തിരിച്ച് ജോലി ചെയ്യാൻ മേലാതെ വരിക, അതൊരു സോഷ്യൽ ആൻഡ് മെഡിക്കൽ ബേർഡനായി തീരുന്നുണ്ട് സൊസൈറ്റിയിൽ. സോ അങ്ങനത്തെ ഒരു അവയർനെസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അറിഞ്ഞുകൊണ്ട്, കുറേ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസിഡൻസും സിവിയറിറ്റിയും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് പല പ്രശ്നങ്ങളുണ്ടല്ലോ. ജീവിതശൈലിയിലുള്ള മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഇതൊക്കെ സ്ട്രോക്കിലേക്ക് നയിക്കുന്നുണ്ട്. സംശയമില്ലാതെ സ്ട്രോക്കിനെ സംബന്ധിച്ചോളം 2 രീതിയിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്.
ഒന്ന് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ മേലാത്തത്, ഒരു ഉദാഹരണം ഏജ് പ്രായം ചെല്ലും തോറും അതെനിവേ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രായം ചെല്ലും തോറും സ്ട്രോക്കും ഹാർട്ട് അറ്റാക്സും ഉണ്ടാകാൻ സാധ്യത കൂടും, ബിക്കോസ് ഇതൊരു ഏജ് റിലേറ്റഡ് ഡിസീസാണ്. രണ്ടാമത്തെ ഒരു കാര്യം തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ മേലാത്തത് ജനറ്റിക് ഫാക്ടേഴ്സാണ്. ചില ഫാമിലീസിൽ ഹാർട്ട് അറ്റാക്സോ സ്ട്രോക്സോ ഉണ്ടാകാൻ റിസ്ക് കൂടുതലുണ്ട്. ഇതുവരെയും അതിനൊരു റിവേഴ്സിബിൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ബട്ട് ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയും ഫാക്ടേഴ്സ് ഉണ്ട് റിവേഴ്സ് ചെയ്യാവുന്നതോ കൺട്രോൾ ചെയ്യാവുന്നതോ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, സ്മോക്കിംഗ്, ഒബീസിറ്റി, എക്സസൈസ് ഇല്ലാതിരിക്കുക, ഹൈ കൊളസ്ട്രോൾ, ഡയറ്റിൻ്റെ ചില പ്രത്യേകതകൾ, ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം സംബന്ധിച്ച് ഈ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കിനെയും സംബന്ധിച്ചോളം റിസ്ക് ഫാക്ടേഴ്സാണ്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യത ഒത്തിരിയും കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു ഹൃദ്രോഗം അല്ലെങ്കിൽ ഇപ്പോൾ സ്ട്രോക്ക് ഒക്കെ തന്നെ ഏജ് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. എന്നാൽ പുതിയ തലമുറയിൽ മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടത്, പണ്ട് ഏജുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതായത് ഏജ് കൂടുന്തോറും ഇത്തരം അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുന്നു എന്നതിന് പകരം ഇപ്പോൾ ഹൃദ്രോഗമൊക്കെ ആണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കാണുന്നുണ്ട്. ഈ മസ്തിഷ്കാഘാതത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണത്? മസ്തിഷ്കാഘാതം സ്ട്രോക്സ് പോലും യങ്കർ പോപ്പുലേഷൻ ഇപ്പം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ഇതൊരു ജനറൽ ബ്ലഡ് വെസൽസിൻ്റെ ഒരു ഡിസീസാണ്. അത് ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസിനെ ബാധിക്കാം, ബ്രെയിനിൻ്റെ ബ്ലഡ് വെസൽസിനെ ബാധിക്കാം. ഇതിൻ്റെ മെയിൻ ഫാക്ടേഴ്സ് മുമ്പേ പറഞ്ഞ പോലെ ഈ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സാണ്. സ്ട്രെസ് ഇതിനെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു കോൺട്രിബ്യൂട്ടറി ഫാക്ടറാണ്. ആൻഡ് സ്ട്രെസ്സിൻ്റെ കൂടെ സ്മോക്കിങ്, ഹൈ ലെവൽസ് ഓഫ് ആൽക്കഹോൾ, ഹൈ കൊളസ്ട്രോൾ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഈ ഫാസ്റ്റ് ഫുഡ്സൊക്കെ കുറേ ഹാം ചെയ്യുന്ന ചില ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇതെല്ലാം യങ്കർ ജനറേഷനാണ് ഇപ്പം ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഈ ഹാംഫുൾ ലൈഫ് സ്റ്റൈൽസ് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വരാനുള്ള സാധ്യത കുറയും. ഒരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. ഹലോ, പറയൂ. ഞാനില്ലേ ബോംബെ നിന്നാണ് വിളിക്കുന്നത്. എനിക്കില്ലേ ഒരു മൈനർ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ണിനാണ് വന്നത്. കണ്ണിന് വന്നിട്ട് ഞാൻ പെട്ടെന്ന് കുളിക്കുമ്പോ പറഞ്ഞോളൂ, ഇവിടെ കേൾക്കുന്നുണ്ട്. എനിക്ക് കുളിക്കുമ്പോഴില്ലേ പെട്ടെന്ന് കണ്ണിനൊരു കരട് പോയ പോലെ തോന്നി. അപ്പോ ഞാൻ വിചാരിച്ച് കരട് പോയതാന്ന് വെച്ചിട്ട് അന്ന് കുറെ നേരം അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി. പക്ഷെ അന്നൊന്നും ഒന്നും സംഭവിച്ചില്ല. വീണ്ടും അതേപോലെ തന്നെ തുടർന്നു. എന്നിട്ട് ഞാൻ ഒരാഴ്ച ഞാൻ കണ്ണിന്റെ ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങനെ നടന്നു. പിന്നെ കുറച്ച് ചുരുക്കി പറയാമോ? എന്നിട്ട് പിന്നെ അവര് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു വേറെ ഡോക്ടറെ കാണിക്കാൻ. അങ്ങനെ ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് പോയത്. അപ്പൊ അവര് പറഞ്ഞു ഒരു മൈനർ സ്ട്രോക്ക് ആണ്. അപ്പൊ എന്റെ കാഴ്ചയും കുറഞ്ഞു പോയി. കണ്ണിനെ സംബന്ധിച്ചോളം ബാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ട് രീതിയിൽ വരാം. കണ്ണിൻ്റെ ഡയറക്റ്റ് സപ്ലൈ ചെയ്യുന്ന ഞരമ്പ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ആ കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് മങ്ങുകയോ കംപ്ലീറ്റ്ലി പോവുകയോ ചെയ്യും. എന്നാൽ ഈ വിഷൻ കൺട്രോൾ ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട് ബ്രെയിനിൽ. ആ ഭാഗത്ത് ഇത് ഞരമ്പ് ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഫീൽഡിൻ്റെ പകുതി കാണാൻ മേലാതെ വരും. അത് ആ ബ്രെയിനിൻ്റെ നെർവ്സിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. ലെഫ്റ്റ് ഐയുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് ഐയുടെ ലെഫ്റ്റ് സൈഡ് അല്ലെ തിരിച്ച് ആ രീതിയിലും ഇങ്ങനത്തെ ഒരു വിഷൻ പ്രോബ്ലം വരാം. ഇതും ഇങ്ങനത്തെ ഒരു വിഷൻ പ്രോബ്ലം പെട്ടെന്ന് വരുന്നതും സ്ട്രോക്കിൻ്റെ ആകാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എത്രയും നേരത്തെ എഗെയിൻ പേഷ്യൻറ്റിനെ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇപ്പം ഈ പേഷ്യൻറ്റിന് പറഞ്ഞ പോലെ ഒരാഴ്ച എടുത്തു അവർക്കത് മനസ്സിലാക്കി വരാൻ. അന്നേരത്തേക്ക് ഇറ്റ് വാസ് ടു ലേറ്റ്. അപ്പോൾ കൃത്യമായിട്ട് ചികിത്സ തുടരേണ്ടത് തന്നെയാണ് ഇവരുടെയൊക്കെ അത്യാവശ്യം അല്ലേ? ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഹാർട്ടിന്റെ അറ്റാക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രോക്ക് പിന്നീട് വരാനുള്ള സാധ്യത ഉണ്ടോ? സംശയമില്ലാതെ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതെല്ലാം സ്ട്രോക്കും ഹാർട്ട് ഡിസീസും എല്ലാം ബ്ലഡ് വെസൽസിൻ്റെ ഒരു രോഗമാണ്. സോ ഹാർട്ടിനെ ബാധിക്കുന്ന ബ്ലഡ് വെസൽസ് അഫക്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരാം. ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുതലുണ്ട്, റിസ്ക് കൂടുതലുണ്ട്.
അത് രണ്ട് രീതിയിൽ വരാം. ഒന്ന്, അതിൻ്റെ ബ്രെയിനിൻ്റെ ബ്ലഡ് വെസൽസ് ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസിനെ പോലെ തന്നെ ബാധിക്കാം, അതെറോസ്ക്ലെറോസിസ് കൊണ്ടോ നാരോയിങ് കൊണ്ടോ. അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ബീറ്റ് ഇറഗുലർ ആകുന്നതുകൊണ്ട് അവിടെ ഒരു ക്ലോട്ട് പോയിട്ട് ബ്രെയിനിൻ്റെ ബ്ലഡ് വെസൽസിനെ ബ്ലോക്ക് ചെയ്തിട്ട് ആ ഒരു രീതി കൂടെ ഹാർട്ട് അറ്റാക്ക് വന്ന ആളിന് സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ഇത് തമ്മിൽ ഡെഫിനറ്റ്ലി ഒരു വെരി ക്ലോസ് ലിങ്ക് ഉണ്ട്. രണ്ടും ബേസിക്കലി സെയിം പാത്തോളജിക്കൽ പ്രോസസ്സസ് ആണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ ആറന്മുളയെന്ന് വിളിക്കുകയാണ്. അമ്മയുടെ സ്ട്രോക്കിനെ പറ്റി അറിയാനായിരുന്നു. ഹലോ, അമ്മയ്ക്ക് ഒരു 6 വർഷം മുമ്പ് സ്ട്രോക്ക് വന്നതാണ്. മൈനറായിട്ടാ വന്നേ. ഇപ്പം ഈ 6 വർഷത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ പെട്ടെന്ന് മരുന്നെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, എന്നാലും ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ, ഇടയ്ക്ക് അങ്ങ് പെട്ടെന്ന് വീഴുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് അറിയാനായിരുന്നു. അത് നമുക്കൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. ഇത് പിന്നെയും സെയിം. ഹലോ, അമ്മ കഴിച്ചോണ്ടിരുന്ന ടാബ്ലറ്റ് കൂടാതെ ഇപ്പൊ ഡോക്ടർ എപ്പിലിവ് 250 ന്യൂട്രോഫിലും എക്സ്ട്രാ തന്നിട്ടുണ്ട്. എപ്പിലിവ് അത് ഫിറ്റ്സ് എന്നുള്ള ഒരു ഊഹം വെച്ചായിരിക്കണം അവർ തന്നിരിക്കുന്നത്. ബട്ട് അത് എപ്പിലിവ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം പോലും ഇങ്ങനെ വീഴ്ച ഉണ്ടാകുക എന്നെങ്കിൽ അത് ഫിറ്റ് അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇത് സ്ട്രോക്കുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധം ഉണ്ടാകണമെന്നില്ല, വേറെ കാരണങ്ങൾ കൊണ്ടും വരാം. അന്നേരം ആ രീതിയിൽ ഒന്നുകൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് നോക്കാൻ. ബിക്കോസ് സാധാരണഗതിയിൽ നമ്മൾ സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പം സ്ട്രോക്ക് വരാൻ സാധ്യത കുറയും, വരാം, ബട്ട് എന്നാൽ പോലും അതിൻ്റെ സാധ്യത കുറയും. ഇതൊന്നുകൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തായിരിക്കും നല്ലത്. ബിക്കോസ് വേറെ കാരണങ്ങൾ കൊണ്ടും ഈ സിംറ്റംസ് വരാം. ഇങ്ങനെ വീഴുമ്പോൾ EEG നോക്കാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? EEG ഒരു അപസ്മാരം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. വീഴ്ച വരുന്നത് അപസ്മാരം ഒരു കാരണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒത്തിരിയും കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വീഴ്ച വരാം. സോ ഇത് അപസ്മാരം ആണോ അതോ അപസ്മാരം അല്ല, അതിനനുസരിച്ച് നോക്കാൻ വേണ്ടിയാണ് EEG എന്ന് പറഞ്ഞുള്ള ടെസ്റ്റ്. ഇത് ECG ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് മെഷർ ചെയ്യുന്ന പോലെ തന്നെ ഇത് EEG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. അത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പഴയ രീതിയിലേക്ക്, അതായത് പക്ഷാഘാതത്തിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ രോഗിയാകുമെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ആ ചികിത്സാ സമ്പ്രദായം? ഇത് ഈ ലാസ്റ്റ് 15-20 വർഷത്തിനകം വന്നിരിക്കുന്ന ഒരു പുതിയ ട്രീറ്റ്മെൻറ്റാണ് ത്രോംബോലിസിസ് എന്ന് പറയും. ദാറ്റ് മീൻസ് ഒരു ബ്ലഡ് വെസൽ ബ്ലോക്ക് ആയിട്ട് അത് ഫുള്ളി ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഡാമേജ് മുഴുവനും ആകുന്നതിന് മുമ്പേ ഒരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ബേസിക് ടെസ്റ്റ് ചെയ്യും, സ്കാൻ ചെയ്യും. ഇത് ഹെമറേജ് അല്ലെന്നറിയാൻ വേണ്ടി. ഞരമ്പ് ബ്ലോക്കായിട്ടാണ്, ഞരമ്പ് പൊട്ടിയിട്ടുള്ളതല്ലെന്ന്. പൊട്ടിയുള്ള ഞരമ്പിന് നമുക്ക് ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ ഒക്കെയില്ല. ഇത് ബ്ലോക്ക് ചെയ്ത ഞരമ്പിൽ സമയത്തിന് എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിനിന് പെർമനൻറ്റ് ഡാമേജ് ആകുന്നതിന് മുമ്പേ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ത്രോംബോലിസിസ്. അത് അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് സമയത്തിന് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക കേസസിലുള്ള സ്ട്രോക്കിൽ നമുക്കത് ടോട്ടലി റിവേഴ്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് റിക്കവറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ പേഷ്യൻസിനെ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സമയത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ നമ്മൾ ഹാർട്ടിലാണെങ്കിൽ ഇതുപോലുള്ള ബ്ലോക്കുകൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആൻജിയോഗ്രാം ചെയ്തിട്ടാണല്ലോ ഡിറ്റക്ട് ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെയാണ് സ്ട്രോക്കിലാണെങ്കിൽ എങ്ങനെയാണ്? സ്ട്രോക്ക് നമ്മൾ ചെയ്യുന്നത് CT സ്കാനോ MRI സ്കാനോ ചെയ്യുന്നുണ്ട്. MRI സ്കാനാണ് ഒന്നുകൂടെ നേരത്തെയും ഒന്നുകൂടെ ഏർലിയറും ഡിറ്റക്ട് ചെയ്യുന്നത്, ഒന്നുകൂടെ സ്മോളർ സ്ട്രോക്സ് ഡിറ്റക്ട് ചെയ്യുന്നത്. ബട്ട് MRI സ്കാൻസ് എല്ലായിടത്തും ഇല്ല, CT സ്കാൻസ് ആണ് ഒന്നുകൂടെ അവൈലബിൾ. അതുകൊണ്ട് CT സ്കാൻ ഉള്ളിടത്ത് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടോ, രണ്ടാമത്തെ കാര്യം അത് ഹെമറേജ് കൊണ്ടാണോ അതോ ബ്ലോക്ക് കൊണ്ടാണോ. അത്രയും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടൈം പീരീഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ സ്മോളർ ഹോസ്പിറ്റൽസിൽ പോലും നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ട്രെയിൻഡ് ഫിസിഷ്യൻ, സീനിയർ ഫിസിഷ്യൻ ആയാലും ന്യൂറോളജിസ്റ്റ് വേണമെന്ന് നിർബന്ധമില്ല, ഫിസിഷ്യൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ചില രോഗികളിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താ? അതിന് കുറേ കോൺട്രാഇൻഡിക്കേഷൻസ് ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹെമറേജ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ട്രീറ്റ്മെൻറ്റ് എടുക്കാനേ മേല. വെരി ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. വേറെ രോഗങ്ങൾ, ഈയിടെ ഉണ്ടായിരിക്കുന്ന ഒരു സ്ട്രോക്കോ ഈയിടെ ഉണ്ടായിരിക്കുന്ന ഒരു ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും അങ്ങനത്തെ പേഷ്യൻസ് നമുക്കിത് ചെയ്യാൻ മേല. വേറെ ബ്ലീഡിങ് ടെൻഡൻസീസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ മേല. അങ്ങനത്തെ ചില കോൺട്രാഇൻഡിക്കേഷൻസ് ഉണ്ട്. ഭയങ്കരം പ്രായം ചെന്നവർ, ഇപ്പോൾ ഈയിടെ ഞങ്ങൾക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, 88 വയസ്സുള്ള ഒരു പേഷ്യൻറ്റിന് സമയത്തിന് എത്തിയത് കൊണ്ട് ഞങ്ങളിത് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി അന്നേരത്തേക്ക് പേഷ്യൻ്റ് ഇപ്പം പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ബട്ട് എന്നാൽ പോലും ആ പേഷ്യൻറ്റിനെ പോലും നമുക്ക് ചെയ്യാവുന്ന ഒരു സോ ഏജ് ഇസ് നോട്ട് എ ലിമിറ്റ്.
ബാക്കിയുള്ള കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. സ്കാനിനകത്ത് ഡെവലപ്ഡ് സ്ട്രോക്ക് ആണെങ്കിൽ ആ സ്റ്റേജിൽ നമ്മളത് ചെയ്തിട്ട് കാര്യമില്ല. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനാണ് സാധ്യത. ഇപ്പോൾ ഈ ചികിത്സ ചെയ്യുന്നതിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ചില രോഗികളുണ്ടാകാം. ലൈക്ക് ഡോക്ടർ പറഞ്ഞ പോലെ ഹൃദ്രോഗം നേരത്തെ അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്തിട്ടുള്ളവർ, അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം മൂലം രക്തക്കുഴൽ പൊട്ടിപ്പോയവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പിന്നെ എന്ത് ചികിത്സയാണ് നൽകുന്നത്? ഇതിനകത്ത് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ചെറിയ വിൻഡോ ഉണ്ട്, അപ് ടു 4.5 to 5 hours. ഇത് നോർമലി നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ത്രോംബോലിസിസ് ജസ്റ്റ് വെയിനകത്തോട്ട് ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കുകയാണ്. ഈ പീരീഡ് കഴിഞ്ഞ് വരുന്ന ആളുകൾക്കാണെങ്കിൽ ഡയറക്റ്റ്ലി ആർട്ടറിയിലോട്ട് ഈ ഡ്രഗ് തന്നെ ഇഞ്ചെക്റ്റ് ചെയ്യാം. ഒരു ബ്രോഡർ വിൻഡോ ഉണ്ട്. സോ ഇപ്പോഴത്തെ റിസർച്ച് മുഴുവനും വേറെ ഡ്രഗ്സ് കണ്ടുപിടിക്കാൻ ഈ വിൻഡോ ഒന്ന് വൈഡൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അറ്റംപ്റ്റാണ്. ഡോർ ടു നീഡിൽ ടൈം എന്ന് പറയും. പേഷ്യൻറ്റിനൊരു പ്രോബ്ലം ഉണ്ടാകും തൊട്ട് ഈ ഇഞ്ചെക്ഷൻ കൊടുക്കുന്നിടം വരെ 3 hours വരണം. ഇതാ അതിൻ്റെ ക്രിട്ടിക്കാലിറ്റി ഉള്ളത്. അത് കഴിഞ്ഞിട്ട് വന്ന പേഷ്യൻസോ, ആ പീരീഡ് കഴിഞ്ഞിട്ട് വന്ന പേഷ്യൻസോ, അല്ലെങ്കിൽ ഇത് സ്ട്രോക്ക് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത പേഷ്യൻസ് ആൻഡ് വേറെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ മേലാത്ത പേഷ്യൻസിനെ നമുക്ക് പിന്നെ ഇത് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അന്നേരത്തേക്ക് ഓൾറെഡി സ്ട്രോക്ക് ഹാസ് ഒക്കേർഡ്. അതിൻ്റെ ലിമിറ്റേഷൻ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ചോദിച്ചോളൂ ഡോക്ടറോട്. എൻ്റെ മമ്മിക്ക് ഒത്തിരി സമയമായിട്ട് മൈഗ്രെയിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച സമയത്ത് ഒരു CT സ്കാൻ പറഞ്ഞ സമയത്ത് അതിനകത്ത് ഒരു ഇത് പറഞ്ഞിട്ടുള്ളത് സ്മോൾ വെൽ ഡിഫൈൻഡ് ഹൈപ്പർ ഡെൻസ് ഏരിയ ഓഫ് സൈസ് 4.6 into 4 mm സീൻ ഇൻ ദ റൂഫ് ഓഫ് തേർഡ് വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 6 months കഴിഞ്ഞിട്ട് ഒരു MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് 6 months കഴിഞ്ഞിട്ടുള്ള MRI സ്കാനിലെ അത് എന്താണെന്ന് പറയാൻ ഒക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഈ 6 months മെഡിസിൻ പറഞ്ഞിട്ടുണ്ട്, എവറി നൈറ്റ് ഒരു ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഒന്ന് അറിയാൻ ഒക്കുമോ? നമുക്ക് ഈ സ്റ്റേജ് പറയാനൊക്കില്ല. ഇത് മാത്രമേ നമുക്ക് പറയാനൊക്കുള്ളൂ. ഇത് മൈഗ്രെയിൻ ആകാൻ സാധ്യത കുറവാണ്. ഇത് സെക്കൻഡറി മൈഗ്രെയിൻ പോലെ ഇരിക്കുന്ന രോഗമാണ്. ബട്ട് മൈഗ്രെയിൻ അല്ല, വേറെ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മൈഗ്രെയിൻ്റെ സിംറ്റംസ് ആണ്. അവിടെ ഒരു തേർഡ് വെൻട്രിക്കിളിൽ ഒരു ഷാഡോ ഉണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി ഉള്ളത് അതൊരു ഗ്രോത്ത് ആണ്. അത് ഗ്രോത്ത് ആണെന്ന് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്തിട്ട് അതിനനുസരിച്ച് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതായത് അതിൻ്റെ ഒരു ന്യൂറോളജിസ്റ്റോ ഒരു ന്യൂറോ സർജനെ അപ്രോച്ച് ചെയ്തിട്ട് അതിന് ഈ സ്റ്റേജിൽ തന്നെ വല്ല സ്പെഷ്യൽ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് അറിയുക. ബിക്കോസ് അതിന് നേരത്തെ ഇൻ്റർവ്യൂൻ ചെയ്യണോ, നമുക്ക് 6 മാസം വരെ വെയിറ്റ് ചെയ്യണോ, അത് ആ ഡോക്ടർ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ ബോംബെന്നാണ് സംസാരിക്കുന്നത്. ഹലോ, പറയൂ. നേരത്തെ എനിക്ക് സ്ട്രോക്ക് വന്നായിരുന്നു 3 വർഷം മുമ്പ് നാട്ടിൽ വെച്ച്. ചോദിച്ചോളൂ, ചോദ്യം പൂർത്തിയാക്കിക്കോളൂ. ഞാൻ കഴിഞ്ഞ 3 വർഷം മുമ്പ് എനിക്ക് സ്ട്രോക്ക് വന്നായിരുന്നു. രാത്രി ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ സംസാരത്തിൻ്റെ വ്യത്യാസം, ചെറിയ തലവേദന. അത് കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയി MRI എടുത്തു. ഒക്കെ എടുത്ത ഒരു ചെറിയ സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പം 240 സ്ട്രെസ് ആയിരുന്നു. ഇപ്പൊ കുറഞ്ഞ ഇപ്പൊ 130-130 ഓക്കെ. ഇപ്പൊ ഡോക്ടറോട് എന്താണ് സംശയം ചോദിക്കാനുള്ളത്? സംശയം ചോദിക്കാൻ ഞാൻ ഇപ്പൊ ലെവറ എന്ന മരുന്ന് കഴിക്കുന്നുണ്ട്, ഒരു ഗുളിക. ലെവറ 250. ലെവറ എന്ന് പറഞ്ഞ മരുന്ന് അത് ആക്ച്വലി അപസ്മാരത്തിന് വേണ്ടിയാണ്. ചില റെയർ കേസസിൽ സ്ട്രോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അപസ്മാരമായിട്ടും വരാം. അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കണം, ഈ ലെവറ ഈ സ്ട്രോക്ക് വന്ന് കഴിഞ്ഞിട്ടുള്ള അപസ്മാരത്തിന് വേണ്ടി ആണോ എന്ന് ചോദിക്കുന്നത്. സാധാരണഗതിയിൽ സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപസ്മാരത്തിന് വേണ്ടി സൈമൾട്ടേനിയസ്ലി ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തുടരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. പറയൂ. ഞാൻ ഒരു സ്ട്രോക്ക് വന്ന രോഗിയാണ്. ഒരു വർഷത്തിന് മുകളിലായി. ഈ വലത്തെ കാലിന് മാത്രം ബലക്കുറവായിട്ടുണ്ട്. അതിന് വല്ല ചെയ്യാൻ മാർഗമുണ്ടോ?
സാധാരണ കാലിന് കയ്യേക്കാളും കൂടുതൽ ബാധിക്കുന്ന ഒരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് എന്ന് പറയുന്നത് ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആർട്ടറിയുടെ ഒരു ബ്ലോക്ക് ആയതുകൊണ്ടായിരിക്കണം. അത് ബാക്കിയുള്ള സ്ട്രോക്സ് പോലെ തന്നെയാണിത്. നമ്മളതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് സമയം കൊണ്ടും ഫിസിയോതെറപ്പിയും കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനു വേണ്ടി കഴിക്കേണ്ട മരുന്നുകൾ ഞാൻ പറഞ്ഞ പോലെ ചില മരുന്നുകളുണ്ട്, അത് സ്ട്രോക്ക് പിന്നത്തെ ഇനിയും ഒരു സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടി. സോ നമ്മൾ ആസ്പിരിനോ ക്ലോപ്പിഡോഗ്രലോ അങ്ങനത്തെ ചില മരുന്നുകൾ കഴിക്കും. അത് ലൈഫ് ലോങ് നമുക്ക് കഴിക്കേണ്ടി വരും. അതിൻ്റെ കൂടെ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ, പിന്നെ ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ, വെയിറ്റ് കുറയ്ക്കാൻ, പിന്നെ ഹാബിറ്റ്സ് സ്മോക്കിംഗ് നമുക്ക് നിർത്തണം. ഇറ്റ് ഈസ് എ നോ ഫോർ സ്ട്രോക്സ് ആൻഡ് ഹാർട്ട് അറ്റാക്സ്. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പോസിറ്റീവ് ലൈഫ് സ്റ്റൈലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. സ്ട്രോക്കിനെ അതിജീവിച്ചവർ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രശ്നം ഇതാണ്. ഇതുപോലെ പെട്ടെന്ന് വളരെ യഥേഷ്ടം നടന്നുകൊണ്ടിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് കൈ കാല് ചലിപ്പിക്കാനാവാതെ വരിക, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരിക നിത്യജീവിതത്തിൽ. അപ്പോൾ ഇത്തരം പ്രശ്നത്തിന് ഇപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിയൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നതോടൊപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കുടുംബാംഗങ്ങളാണെങ്കിൽ ഇവർക്ക് കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് എന്താണെന്നുള്ളത്? സ്ട്രോക്ക് വന്ന ഒരാളിന് ഏറ്റവും വലിയ പ്രോബ്ലം ഫിസിക്കൽ ഡിസബിലിറ്റി പോലെ തന്നെ മെൻ്റലി അവരങ്ങ് ഡൗൺ ആവും, ഡിപ്രസ്ഡ് ആവും. എന്നിട്ട് ആ ഡിപ്രഷൻ കൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യേണ്ട ഫിസിയോതെറപ്പിയോ എഫേർട്ടോ ഇല്ലാതെ വരും. അവർക്ക് മതി, ഇത് തീർന്നു, ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ലെന്നുള്ള ഒരു ഇതിൽ. സോ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഐദർ ഡോക്ടറിൻ്റെ കൂടെ അഡ്വൈസ് ചോദിച്ചുകൊണ്ടോ അല്ലെ അതിനുവേണ്ടി ടെമ്പററി മരുന്ന് കഴിച്ചുകൊണ്ടോ, ലൈക്ക് ആൻറ്റി ഡിപ്രസൻസ് കഴിച്ചുകൊണ്ടോ. ബട്ട് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സും ഫാമിലിയും ഉള്ള സപ്പോർട്ട് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ശരിയാകും. ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയുന്നത്, ഇനിയുള്ള ശരിയാകുന്നത് നിങ്ങളുടെ ഒരു വാശിപ്പുറത്താണ്. അത് ശരിയാകണമെന്നുള്ള വാശി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. ബിക്കോസ് എത്രയും എഫേർട്ട് നമ്മൾ എടുക്കുന്നു അത് അത്രയും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇൻക്ലൂഡിങ് സ്പീച്ച് ആയിരിക്കും ഏറ്റവും പ്രയാസം ഇത് തിരിച്ചു വരാൻ. ബട്ട് സ്പീച്ച് പോലും നമ്മുടെ എഫേർട്ട് കൊണ്ട് ഒത്തിരിയും കേസസിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരെ ഒരു ലെവൽ വരെ എത്താനുള്ളൊരിതാണ്. സോ മെയിൻറ്റെയിനിങ് നമ്മുടെ മൊറാൽ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഡോക്ടർ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ കൃത്യമായി ഇത് തിരിച്ചറിഞ്ഞ് കൃത്യസമയത്ത് എത്തിക്കുക ഹോസ്പിറ്റലിൽ എന്നുള്ളത്. പ്രേക്ഷകരോട് ആ രീതിയിൽ എന്താണ് ഡോക്ടർക്കൊന്ന് പറയാനുള്ളത്? ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്, ഇങ്ങനത്തെ ഒരു സ്ട്രോക്ക് ആണെന്നുള്ളൊരു സംശയത്തിനെ പറ്റി അറിയേണ്ടത്. സോ അതിനെപ്പറ്റിയുള്ള അവയർനെസ്സാണ്. സോ ഒരു പേഷ്യൻറ്റിന് പെട്ടെന്ന് സംസാരിക്കാനുള്ള പ്രയാസം വരിക, അല്ലെങ്കിൽ പെട്ടെന്നൊരു സൈഡിൽ ബലക്കുറവുണ്ടാകുക, അല്ലെങ്കിൽ മരയിപ്പുണ്ടാകുക, അല്ലെങ്കിൽ ചുണ്ട് കൂടുക, നടക്കാനൊരു പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് പ്രയാസം വരിക, കാഴ്ച പെട്ടെന്ന് ഒരു സൈഡ് ഭാഗം കാണാൻ മേലാതെ വരിക, അല്ലെങ്കിൽ ഒരു കണ്ണ് പെട്ടെന്ന് കാഴ്ച മങ്ങുക, ഇതെല്ലാം സ്ട്രോക്കിൻ്റെ, അല്ലെങ്കിൽ പെട്ടെന്ന് തലവേദന വരിക, ഇതെല്ലാം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാകാം. അത് ലക്ഷണം ആണെന്ന് മനസ്സിലാക്കി എത്രയും നേരത്തെ അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്നത്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.